എൻ്റെ ഫോണിലെ മുകളിലത്തെ സ്റ്റാറ്റസ് ബാർ ഒന്ന് ശ്രദ്ധിക്കുക. ബാറ്ററി ഐക്കൻ്റെ അകത്താണ് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത്. ഇനി ഇത് മറ്റൊരു മൊബൈൽ ഫോണാണ്, നിങ്ങൾക്ക് കാണാം ബാറ്ററി ഐക്കൻ്റെ പുറത്താണ് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടൈമിലേക്ക് വന്നാൽ എൻ്റെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കാണാം മണിക്കൂറും മിനിറ്റും മാത്രമല്ല ടൈമിൽ സെക്കൻഡ് കൂടി കാണിക്കുന്നുണ്ട്. ഇനി മറ്റേ മൊബൈൽ ഫോണിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം അതിൽ സമയം തന്നെ കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോണിൻ്റെ മുകളിലെ സ്റ്റാറ്റസ് ബാർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ കാണുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ കരുതിയിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ സ്റ്റാറ്റസ് ബാറിലുള്ള പല കാര്യങ്ങളും വേണ്ട എന്ന് തോന്നിയിട്ടില്ലേ? സത്യത്തിൽ നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ മുകളിലത്തെ സ്റ്റാറ്റസ് ബാർ നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റസ് ബാർ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. നമ്മുടെയൊക്കെ ഫോണിൻ്റെ മുകൾ ഭാഗത്തെ സ്റ്റാറ്റസ് ബാർ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫോൺ കമ്പനി മാറുന്നതിനനുസരിച്ച് ഈ ഓപ്ഷനുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ട് ഫോണിൽ ഞാൻ ഈ ഓപ്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിലൂടെ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ സ്റ്റാറ്റസ് ബാർ എന്ന് തന്നെ സെർച്ച് ചെയ്യണം. സ്പെല്ലിംഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്റ്റാറ്റസ് ബാർ എന്ന് സെർച്ച് ചെയ്താൽ ചില ഫോണിൽ സ്റ്റാറ്റസ് ബാർ എന്ന് തന്നെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും, മറ്റുള്ള ഓപ്ഷൻ ഓൺ ചെയ്യരുത്. സ്റ്റാറ്റസ് ബാർ എന്ന് മാത്രമുള്ള ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അകത്ത് നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫോണിൽ ആദ്യം തന്നെ സ്റ്റാറ്റസ് ബാറിൽ ടൈമിൻ്റെ മോഡൽ മാറ്റുന്ന ഓപ്ഷനാണുള്ളത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അകത്ത് കാണാം 3ഓളം ഓപ്ഷൻ ഉണ്ട്. ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം മുകളിൽ സമയം കാണിക്കുന്നതിൽ സെക്കൻഡ് കൂടി കാണിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് കൂടി. ഇനി ഞാൻ ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ എൻ്റെ ഫോണിൽ സമയം തന്നെ കാണിക്കുന്നതല്ല, അതായത് സ്റ്റാറ്റസ് ബാറിലെ ടൈം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ഐക്കണാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്സപ്പിൻ്റെയും ഹോട്ട്സ്പോട്ടിൻ്റെയും ഒക്കെ ചിഹ്നം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷനാണുള്ളത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിനകത്തും 3ഓളം ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഐക്കൺ കാണിക്കുന്ന ഓപ്ഷനിലാണ് ഉള്ളത്, അതായത് ഫേസ്ബുക്കിൻ്റെ, ഇൻസ്റ്റൻ്റ് ഒക്കെ ഐക്കൺ കാണിക്കും. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എത്ര നോട്ടിഫിക്കേഷൻ ആണെന്ന എണ്ണം മാത്രമേ കാണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഓരോ ആപ്ലിക്കേഷൻ്റെയും ചിഹ്നങ്ങളില്ല, എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ പിന്നെ ഐക്കണേ കാണിക്കുന്നതല്ല, അതായത് ഇത്തരം നോട്ടിഫിക്കേഷൻ ഐക്കൺ കാണിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ബാറ്ററി സ്റ്റൈൽ മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ 4ഓളം ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ആദ്യത്തെ ഓപ്ഷനിലാണ് ഉള്ളത്. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ബാറ്ററി കുത്തനെയായിട്ടുണ്ട്. ആദ്യം വലങ്ങനെയായിരുന്നു, അത് കുത്തനെയായിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബാറ്ററിയുടെ ഒരു സർക്കിൾ മാത്രമേ അവിടെ കാണിക്കുകയുള്ളൂ. ഇനി ഞാൻ 4ആമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ബാറ്ററി ഐക്കണേ കാണിക്കുന്നതല്ല. ഇനി തൊട്ടടുത്തായി ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്ന ഓപ്ഷനിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് പല രീതിയിൽ പുറത്തും അകത്തും അതുപോലെ തന്നെ പെർസെൻറ്റേജേ കാണിക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോഴും ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോഴൊക്കെ കാണിക്കുന്ന ഓപ്ഷനുകളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഞാനിപ്പം ആദ്യത്തെ ഓപ്ഷൻ ഓൺ ആക്കിയപ്പോൾ ഡാറ്റ എത്രയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോൾ ബ്ലൂടൂത്തിൻ്റെ ചിഹ്നം കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്താൽ മതി, കാണിക്കണമെങ്കിൽ ഓൺ ചെയ്താൽ മതി. അതുപോലെ നിരവധി ബട്ടണുകൾ ഇതിനകത്ത് ഉണ്ടാകും. ഇനി ഇത് മറ്റൊരു മൊബൈൽ ഫോണാണ്. ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ സ്റ്റാറ്റസ് ബാർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ബാർ എന്ന് മാത്രമായിട്ടുള്ള ഓപ്ഷൻ ഇല്ല, നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന ഓപ്ഷനാണുള്ളത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും സ്റ്റാറ്റസ് ബാറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതുപോലെ പലയിടത്തായിരിക്കും പല ഫോണിൻ്റെയും സ്റ്റാറ്റസ് ബാർ ഓപ്ഷൻ ഉണ്ടാകുക. അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതിനകത്തും പല ഓപ്ഷനുകളും ഉണ്ട്. ബാറ്ററിയുടെ ഡിസൈൻ മാറ്റുന്നത്, പെർസെൻറ്റേജ് ഓഫ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എന്തിനൊക്കെ കാണിക്കണം കാണിക്കേണ്ട, നോട്ടിഫിക്കേഷൻ ഡിസൈൻ മാറ്റുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദീകരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറ്റം വരുമെന്നേ ഉള്ളൂ. എല്ലാ ഓപ്ഷനും ഉണ്ടാവും, പല രീതിയിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.